ഹലോ എവരി വൺ. നമ്മൾ തേർഡ് ചാപ്റ്ററായ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തിൽ നമ്മൾ സെൽസ് എന്താണെന്നും അതുപോലെ തന്നെ സെല്ലിനകത്തിലുള്ള സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു, മൈക്രോസ്കോപ്പിന്റെ സ്ട്രക്ചർ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ സ്റ്റെമ്മോ റൂട്ടോ ഒക്കെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൽസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല കാണപ്പെടുന്നത്. അതായത് ഈ സെൽസ് എല്ലാം കൂടി കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ കൂട്ടമായിട്ട് കാണപ്പെടുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണ്? ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളെ കുറിച്ചാണ്. അപ്പൊ ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ കാൾഡ് ടിഷ്യൂസ്. അതായത് ഒരുപോലെയുള്ള ഒരു കൂട്ടം കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ. അപ്പൊ ഈ ടിഷ്യൂസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലും ഉണ്ട്, ആനിമൽസിലും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പ്ലാന്റിന്റെ പാർട്സ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽസ് എല്ലാം കൂടി കൂട്ടം ചേർന്നായിരിക്കും ഇരിക്കുന്നത് ഇല്ലേ. അപ്പൊ ഇങ്ങനെ ഒരുപോലെയുള്ള ഒരു കൂട്ടം സെൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ. അതായത് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ കാൾഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ. അപ്പൊ ഈ പ്ലാന്റിനകത്തിലുള്ള ടിഷ്യൂസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സിമ്പിൾ ടിഷ്യൂസ് അല്ലെങ്കിൽ ലളിത കലകൾ, അതുപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂസ് അല്ലെങ്കിൽ സങ്കീർണ കലകൾ. അപ്പൊ ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഇല്ലേ. ഈ ടിഷ്യൂസിനെ രണ്ടായിട്ട് തിരിക്കാം: സിമ്പിൾ ടിഷ്യൂസ് അല്ലെങ്കിൽ ലളിത കലകൾ, അതുപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂസ് അല്ലെങ്കിൽ സങ്കീർണ കലകൾ. അപ്പൊ ഈ സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നത് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ടിഷ്യൂസ് അല്ലെങ്കിൽ ലളിത കലകൾ. അതായത് സിമ്പിൾ ടിഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിൽ കാണപ്പെടുന്നത് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആയിരിക്കും. അതായത് ഒരുപോലെയുള്ള സെൽസ് കൂടി ചേർന്നിട്ടുള്ള ടിഷ്യൂസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സിമ്പിൾ ടിഷ്യൂസ് അല്ലെങ്കിൽ ലളിത കലകൾ. അപ്പൊ ഈ സിമ്പിൾ ടിഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിലുള്ള സെൽസ് എല്ലാം എങ്ങനെയായിരിക്കും? സിമിലർ ടൈപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ടിഷ്യൂസിനെ, അതായത് ദ ടിഷ്യൂസ് വിച്ച് കമ്പോസ്ഡ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ കാൾഡ് സിമ്പിൾ ടിഷ്യൂസ്. സിമ്പിൾ ടിഷ്യൂസ് മൂന്ന് തരത്തിലാണുള്ളത്: പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. അപ്പൊ ഇതിനകത്തിലെ പാരൻകൈമ എന്ന് പറയുമ്പോൾ ഇതിനകത്തിലുള്ളത് ലിവിങ് സെൽസ് ആയിരിക്കും. അതായത് ജീവനുള്ള കോശങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന കലകളാണ് ഏതെന്ന് പറയുന്നത് പാരൻകൈമ. അപ്പൊ ഈ പാരൻകൈമയ്ക്കകത്തിലുള്ള സെൽസ് എന്ന് പറയുമ്പോൾ അതിന് തിൻ വാൾ ആയിരിക്കും ഉള്ളത്. തിൻ വാൾ എന്ന് പറഞ്ഞാൽ എന്താ? കനം കുറഞ്ഞ കോശഭിത്തിയോട് കൂടിയ സെൽസ് അല്ലെങ്കിൽ കോശങ്ങളാണ് ഏതിൽ കാണപ്പെടുക? പാരൻകൈമയിൽ കാണപ്പെടുക. ഇനി അതുപോലെ തന്നെ ഈ സെൽസിനിടയ്ക്ക് സ്പേസസ് കാണും, അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിൽ എന്തോ ഉണ്ട്? സ്ഥലം അല്ലെങ്കിൽ സ്പേസസ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസെല്ലുലാർ സ്പേസസ് അല്ലെങ്കിൽ കോശാന്തര സ്ഥലങ്ങൾ. ഈ പാരൻകൈമയിൽ സെൽസിനിടയ്ക്ക് എന്തോ ഉണ്ട്? സ്പേസസ് അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ സ്പേസസ്, കോശാന്തര സ്ഥലമുണ്ട്. ദെൻ ഈ പാരൻകൈമയുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്, അതായത് പ്രകാശ സംശ്ലേഷണം അതുപോലെ തന്നെ ആഹാര സംഭരണം എന്നിവയ്ക്കാണ് എന്ത് സഹായിക്കുന്നത്? പാരൻകൈമ സഹായിക്കുന്നത്. പാരൻകൈമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തിൻ വാൾ, കനം കുറഞ്ഞ ഭിത്തിയാണ്. ഇന്റർസെല്ലുലാർ സ്പേസസ് അല്ലെങ്കിൽ കോശാന്തര സ്ഥലം കാണപ്പെടുന്നു. ലിവിങ് സെൽസ് അല്ലെങ്കിൽ ജീവനുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്, അതായത് പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇനി അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലുള്ള, അതായത് പ്ലാന്റിന്റെ ചില ഭാഗങ്ങളിലുള്ള പാരൻകൈമയ്ക്ക് ഡിവിഷനുള്ള കഴിവും കാണും. അപ്പൊ ചില പാർട്സിലുള്ള പാരൻകൈമ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിവൈഡ് ചെയ്യുന്നുള്ളൂ, അതായത് വിഭജനത്തിന് വിധേയമാകുന്നുള്ളൂ. അപ്പൊ ഇത്രയുമാണ് എന്തിന്റെ പ്രത്യേകത? പാരൻകൈമ. അപ്പൊ പാരൻകൈമ എന്ന് പറയുമ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആണല്ലേ. അപ്പൊ അതിനകത്തില് സെൽ വാൾ എന്ന് പറയുന്നത് തിന്നായിരിക്കും, ഇന്റർസെല്ലുലാർ സ്പേസസ് ഉണ്ട്, ലിവിങ് സെൽസ് ആണ്, ഫോട്ടോസിന്തസിസ്, ഫുഡ് സ്റ്റോറേജ് തുടങ്ങിയവയാണ് ഫംഗ്ഷൻസ്. ദെൻ അതുപോലെ തന്നെ ചില പാർട്സിലുള്ള പാരൻകൈമയ്ക്ക് ഡിവിഷനുള്ള കഴിവുണ്ട്. ദെൻ സെക്കൻഡ് വൺ കോളൻകൈമ. കോളൻകൈമ എന്ന് പറയുമ്പോൾ ഇവിടെയും കാണപ്പെടുന്നത് ലിവിങ് സെൽസ് ആണ്. അപ്പൊ ജീവനുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് കോളൻകൈമയും. ഇനി ഈ കോളൻകൈമയുടെ സെൽവാൾ എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ തിക്കായിരിക്കും. എല്ലാ ഭാഗത്തും ഒന്നും സെൽവാള് തിക്കായിട്ട് കാണപ്പെടത്തില്ല. അതായത് കോശഭിത്തിക്ക് കനം എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ മാത്രം കനം കൂടുതലായിരിക്കും, ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം തിന്നായിരിക്കും. ഇനി ഇതെന്ന് പറയുന്നത് ഇറ്റ് മെയിൻറ്റെയിൻസ് ഷേപ്പ് ഓഫ് ദ പ്ലാന്റ് പാർട്സ്, അതായത് പ്ലാന്റിന്റെ പാർട്സിന് അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഭാഗങ്ങൾക്ക് ഒരു ഷേപ്പ്, ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? കോളൻകൈമ. അപ്പം കോളൻകൈമയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലിവിങ് സെൽസ് അല്ലെങ്കിൽ ജീവനുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. സെൽവാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അതുപോലെ തന്നെ സെൽവാള്, കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ്, പെക്റ്റിൻ എന്നീ പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ചില ഭാഗങ്ങളിൽ മാത്രം സെൽവാളിന് തിക്നെസ് അല്ലെങ്കിൽ കനം കൂടുതൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് പ്ലാന്റ് പാർട്സിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി മൂന്നാമത്തെ സിമ്പിൾ ടിഷ്യൂ ആണ് സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ എന്ന് പറയുമ്പോൾ അതിനകത്തിലുള്ള സെൽസ് എന്ന് പറയുന്നത് ഡെഡ് സെൽസ് ആയിരിക്കും. അതായത് നിർജീവ കോശങ്ങളാൽ നിർമ്മിതമാണ് സ്ക്ലീറൻകൈമ.
ഗൈമ. സെൽ വാൾ എന്ന് പറയുന്നത് തിക്കായിരിക്കും, അതായത് കനക്കൂടുതലുള്ള സെൽ വാളാണ്. സെൽ വാളിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും തിക്നെസ് കാണപ്പെടുക. ദെൻ ഇതെന്ന് പറയുന്നത് പ്ലാന്റ് പാർട്സിന് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് സസ്യഭാഗങ്ങൾക്ക് ബലവും അതുപോലെ തന്നെ താങ്ങും കൊടുക്കാൻ സഹായിക്കുന്ന ടിഷ്യൂസ് ആണ് ഏതെന്ന് പറയുന്നത് സ്ക്ലെറൻകൈമ. അപ്പൊ സ്ക്ലെറൻകൈമ എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് ഡെഡ് സെൽസ്, നിർജീവ കോശങ്ങളാൽ നിർമ്മിതമാണ്. സെൽ വാൾ തിക്കാണ്. തിക്നെസ് എന്ന് പറയുന്ന എല്ലാ സെൽവാളിന്റെ എല്ലാ പാർട്ടിലും ഒരുപോലെയുള്ള തിക്നെസ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി പ്ലാന്റ് പാർട്സിന് സ്ട്രെങ്തും സപ്പോർട്ടും നൽകുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ടിഷ്യൂസ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്? കോംപ്ലക്സ് ടിഷ്യൂസ് അല്ലെങ്കിൽ സങ്കീർണ കലകൾ. അപ്പൊ ഈ സങ്കീർണ കലകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ഡിഫറന്റ് സൈസ് ആൻഡ് ഷേപ്പ്, അതായത് ഡിഫറന്റ് ടൈപ്സ് ഓഫ് സെൽസ് ചേർന്നിട്ടുണ്ടാകുന്ന ടിഷ്യൂസ് ആണ് ഏതെന്ന് പറയുന്നത് കോംപ്ലക്സ് ടിഷ്യൂസ് അല്ലെങ്കിൽ സങ്കീർണ കലകൾ. അപ്പൊ ഈ കോംപ്ലക്സ് ടിഷ്യൂസിനകത്തിലുള്ള സെൽസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപോലെ ആയിരിക്കില്ല. ഇവിടെ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡിഫറന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആയിരിക്കും, അതായത് സെൽസിന്റെ ഷേപ്പിലും സൈസിലും, അതായത് ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസം കാണും. അപ്പൊ ഇങ്ങനെ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്ന സെൽസ് ചേർന്നിട്ടാണ് എന്തോ ഉണ്ടാകുന്നത്? കോംപ്ലക്സ് ടിഷ്യൂ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കോംപ്ലക്സ് ടിഷ്യൂ അല്ലെങ്കിൽ സങ്കീർണ കലകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്, സൈലം ആൻഡ് ഫ്ലോയം. ഈ സൈലവും ഫ്ലോയും പ്ലാന്റ്സിനകത്തിൽ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് ഇവയെ എന്തെന്നറിയപ്പെടുന്നു? വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറന്റ് ടൈപ്സ് ഓഫ് സെൽസ് വിത്ത് സൈസ് ആൻഡ് ഷേപ്പ്, അതായത് ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസമുള്ള സെൽസ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? കോംപ്ലക്സ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. അത് രണ്ട് തരത്തിലാണ്, സൈലം ആൻഡ് ഫ്ലോയം. ഈ സൈലവും ഫ്ലോയും ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. അതുകൊണ്ട് ഇവയെ എന്തെന്നറിയപ്പെടും? വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകൾ. അപ്പൊ ഇതിനകത്തില് ഈ സൈലം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ലീവ്സ്, അതായത് പ്ലാന്റ്സിനകത്തില് വേരിൽ നിന്നും ജലവും ലവണങ്ങളും ഒക്കെ ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്, അല്ലെ? അതായത് റൂട്ട് എന്ത് ചെയ്യും? സോയിലിൽ നിന്നും വാട്ടറും മിനറൽസും ജലവും ലവണങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ആ ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഈ റൂട്ടിൽ നിന്നും ലീവ്സിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. അപ്പൊ ഈ ലീവ്സിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അല്ലെ? അതിന് എന്തൊക്കെ ആവശ്യമാണ്? വാട്ടറും മിനറൽസും ആവശ്യമാണ്. അത് ലീവ്സിലേക്ക്, റൂട്ടിൽ നിന്ന് ലീവ്സിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. സൈലം ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ലീവ്സ്. ഇനി ലീവ്സിൽ ഫോട്ടോസിന്തസിസിന് ശേഷം ഫുഡ് ഉണ്ടാകുന്നുണ്ട്, അല്ലെ? ഈ ഫുഡിനെ ഡിഫറന്റ് പ്ലാന്റ് പാർട്സിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. അപ്പൊ ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് മെറ്റീരിയൽസ് ടു ഡിഫറന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അപ്പൊ ഇവ രണ്ടും എന്ത് ചെയ്യുകയാണ്? ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവ എന്തെന്നറിയപ്പെടുന്നത്? വാസ്കുലാർ ടിഷ്യൂസ്. ഇനി സൈലം എന്ന് പറയുന്നത് സൈലം ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ലീവ്സ്. ഇനി ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ലീവ്സ് ടു ഡിഫറന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.